സ്വാഗതം. ഒരു നിർണായക ചർച്ച നടക്കുമ്പോൾ അവിടം പാലിക്കേണ്ട സാമാന്യമായൊരു മര്യാദയുണ്ട്. അതിലൊന്ന് വാക്കുകളിൽ മിതത്വം പാലിക്കുക എന്നതാണ്. സ്വിറ്റ്സർലാൻഡിൽ ഇറാനും അമേരിക്കയും തമ്മിൽ സമാധാന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. മധ്യസ്ഥരായ പാകിസ്ഥാനും ഖത്തറും അമേരിക്കയുടെയും ഇറാന്റെയും പ്രതിനിധികളെ ഒരു മേശയ്ക്ക് ചുറ്റുമിരുത്താൻ കൊണ്ട ശ്രമങ്ങൾ നടത്തുന്നതിനെ ലോകം സാഹൂതം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നോർക്കണം. നേരത്തെ ഇരു രാജ്യങ്ങളും 60 ദിവസത്തേക്ക് സമാധാനം പാലിക്കണമെന്നും അതിനിടയിൽ ശാശ്വത പരിഹാരമുണ്ടാക്കുന്നതിനുമൊക്കെയായി ചർച്ചകൾ നടത്തണമെന്നും ധാരണയിൽ ഒപ്പുവെക്കുന്നതും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഈ ധാരണ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചർച്ചകൾക്കായി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ്, ജെറാഡ് ക്രൂഷ്നർ, സ്റ്റീവ് വിറ്റ്കോഫ്, പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്, പാക് പട്ടാള മേധാവി അസിം മുനീർ, ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽത്താനി തുടങ്ങിയവരെല്ലാം ഉണ്ട്. ചർച്ച നടക്കും മുൻപ് ഇറാൻ പ്രതിനിധികളെ കാത്ത് എല്ലാവരും ചർച്ചാവേദിയിലെത്തി. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചിയുടെയും സ്പീക്കർ ഗാലിബാബിയുടെയും നേതൃത്വത്തിലുള്ള സംഘം വേദിയിലേക്ക് എത്തുകയാണ്. ഉടൻ ആദ്യം തന്നെ ഫോട്ടോഷൂട്ടിന് തയ്യാറാവണം എന്നായി അമേരിക്കൻ സംഘം. എന്നാൽ ഇറാൻ സംഘം അമേരിക്കയുടെ ആ ഗിമ്മിക്കിന് നിന്നുകൊടുത്തില്ലെന്ന് മാത്രമല്ല, അതിൽ നിന്നും മാത്രമല്ല ചർച്ചയിൽ നിന്ന് പോലും തന്നെ പൊടുന്നനെ ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഇറാൻ സംഘം പിന്മാറുകയാണ്. എല്ലാവരെയും ഒന്നിച്ചു ചേർത്തുള്ള ഒരു ഫോട്ടോ മതി അമേരിക്കക്ക് വീമ്പ് പറയാൻ. മാത്രവുമല്ല, ഇത്തരമൊരു രംഗം ക്രിയേറ്റ് ചെയ്ത് രാഷ്ട്രീയ പ്രചാരണങ്ങൾക്കും ലാഭങ്ങൾക്കും അമേരിക്ക ഉപയോഗിക്കും എന്ന് ഉറപ്പുള്ളതിനാൽ ബുദ്ധികൂർമ്മതയുള്ള ഇറാൻ സംഘം ആ കുബുദ്ധി മുൻകൂട്ടി കണ്ട് ചെക്ക് വെച്ചു എന്ന് മാത്രമല്ല, അമേരിക്കയുടെ ആ തന്ത്രത്തെ പൊളിച്ചടക്കുകയും ചെയ്തു. ഫോട്ടോ സെഷനിൽ തങ്ങളില്ലെന്നും പറയുകയും ചർച്ചയിൽ നിന്ന് പിന്മാറുകയാണെന്നും മധ്യസ്ഥ രാജ്യമായ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ ചെവിയിൽ നേരിട്ട് വന്ന് പറയുന്നത് ഇറാന്റെ വിദേശകാര്യമന്ത്രിയും നയതന്ത്ര വിദഗ്ധനുമായിട്ടുള്ള അബ്ബാസ് അറാച്ചിയാണ്. അറാച്ചിയുടെ വാക്ക് കേട്ട് ഒരു നിമിഷം സ്തബ്ധനായി നിൽക്കുന്ന ഷഹബാസ് ഷെരീഫിന്റെ ദൃശ്യങ്ങൾ ലോകം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രംഗം കണ്ട് JD വാൻസും സംഘവും പരിഭ്രമിക്കുന്നുമുണ്ട്. JD വാൻസിന്റെയും വിളറിയ മുഖം അപ്പോൾ ലോകം കണ്ടു. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ഒരു വേള ആർക്കും തന്നെ പിടികിട്ടാത്ത അവസ്ഥ. അമേരിക്കയാണ്, ലോക പോലീസാണ് എന്ന ഒരു മയവും ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. കാരണമായി ഇറാൻ പറഞ്ഞത്, ഈ ചർച്ചകൾക്കായി സ്വിറ്റ്സർലാൻഡിൽ എത്തിയപ്പോഴും നിങ്ങളുടെ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പഴയ സ്ഥിതിയിൽ തന്നെ തുടരുകയാണ്. ഇറാൻ ഈ ധാരണയിൽ ഒപ്പുവെച്ചിട്ടില്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുമെന്ന് ട്രംപ് പറഞ്ഞതാണ് ഇറാനെ പ്രകോപിപ്പിക്കുന്നത്. കടലിടുക്ക് അടച്ചാൽ ഇറാൻ സ്വന്തമായി ഒരു രാജ്യം പോലും അല്ലാതെയാകുമെന്നും അത്തരത്തിലേക്ക് തങ്ങൾ ഇറാനെ മാറ്റുമെന്നും ലെബനനിലെ തങ്ങളുടെ പ്രോക്സി ഗ്രൂപ്പുകളെ ഇറാൻ നിയന്ത്രിച്ചില്ലെങ്കിൽ ശക്തമായ ആക്രമണം നേരിടേണ്ടി വരുമെന്നുമൊക്കെ ട്രംപ് മുന്നറിയിപ്പ് നൽകുകയാണ്. ട്രംപിന്റെ ഈ പരാമർശത്തിൽ പ്രതിഷേധിച്ചാണ് ഇറാൻ പ്രതിനിധികൾ ചർച്ചയിൽ നിന്ന് താൽക്കാലികമായി ഇറങ്ങിപ്പോകുന്നത്. ഇറാനുമായി ഒരു പുതിയ തുടക്കമാണ് ലക്ഷ്യമിടുന്നതെന്ന് വൈസ് പ്രസിഡന്റ് JD വാൻസ് വ്യക്തമാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപിന്റെ ഈ ഭീഷണി എന്നോർക്കണം. അതേസമയം ഖത്തറിന്റെയും പാകിസ്ഥാന്റെയും മധ്യസ്ഥതയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാങ്കേതിക ചർച്ചകൾ ഈ ആഴ്ചയും തുടരും എന്ന സൂചനയും ആ മധ്യസ്ഥ രാഷ്ട്രങ്ങൾ നൽകുകയാണ്. ഇറാൻ അമിത ഇളവുകൾ നൽകുന്നുവെന്നാരോപിച്ച് അമേരിക്കയിലെ ഇരു പാർട്ടികളിൽ നിന്നുമുള്ള പ്രമുഖ നേതാക്കൾ ട്രംപിന്റെ ഈ നീക്കത്തെ വിമർശിക്കുന്നുമുണ്ട്. ഒരു ചർച്ചയ്ക്കിടയിൽ കാണിക്കേണ്ട സാമാന്യ മര്യാദയില്ലാത്തവരുമായി ചർച്ചയ്ക്കില്ലെന്ന് ഇറാൻ തറപ്പിച്ചു പറഞ്ഞെന്ന് മാത്രമല്ല, ഇറങ്ങിപ്പോവുകയും ചെയ്തതാണ് ലോകം കണ്ടത്. ട്രംപ് കരുതുന്നത്, അല്ലെങ്കിൽ ലോകത്തെ ട്രംപ് അറിയിക്കാൻ ശ്രമിക്കുന്നത്, താൻ ഒരു ഭാഗത്ത് ഭീഷണിപ്പെടുത്തും, മറുഭാഗത്ത് ചർച്ചയും നടക്കും. കാരണം തങ്ങൾ ലോക പോലീസാണ്. ഒടുവിൽ ധാരണയിലെത്തുമ്പോൾ ഭീഷണി ഏറ്റെന്ന് പറയുകയും വിജയമേനി നടിക്കുകയും ഒക്കെ ചെയ്യും. കാരണം ഞങ്ങൾ അമേരിക്കയാണ് എന്ന് പറയാതെ പറയാനുള്ള കൊണ്ട ശ്രമമാണ്. ഒരു ഭാഗത്ത് ചർച്ച, മറുഭാഗത്ത് ഭീഷണി. പലപ്പോഴും യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ ഇറാൻ അമേരിക്കയോട് പറഞ്ഞ ഒന്നാണ്, പരസ്പരം ബഹുമാനത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കാൻ അമേരിക്ക പഠിക്കണം, അതിന് ശ്രമിക്കണമെന്ന്. ആ ഭാഷ അമേരിക്കയ്ക്ക് ഇപ്പോഴും വശമില്ല. അവർ തങ്ങളുടെ ധിക്കാരവും ധാർഷ്ട്യത്തിലും തന്നെ നിൽക്കുകയാണ്. അമേരിക്കക്ക് തോൽവി സംഭവിച്ചു എന്നത് അംഗീകരിക്കാൻ പ്രയാസമുള്ളത് കൊണ്ട് തന്നെ അവർ പലതരത്തിലുള്ള ഭീഷണികളിലൂടെ രാജ്യത്തെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് JD വാൻസിനെ പറഞ്ഞയക്കുന്നു, മറുഭാഗത്ത് പ്രസിഡന്റ് മേനി നടിക്കുന്നു. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ്
ഇറാൻ ഒരേ സമയം 2 കുതിരപ്പുറത്ത് യാത്ര ചെയ്യാൻ ട്രംപിന് അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള തന്ത്രപരമായ ഇറങ്ങിപ്പോക്ക് നടത്തിയത്. അതിനപ്പുറം മറ്റൊരു ഉദ്ദേശവും ഇറാനുണ്ട്. യുദ്ധം നിൽക്കലും ചർച്ച നടത്തലും ധാരണയിൽ ഒപ്പുവെക്കലും ഇറാന്റെ മാത്രം ആവശ്യകതയാണെന്ന് വരുത്തി തീർക്കാൻ ട്രംപ് നടത്തുന്ന ഒരു ശ്രമമുണ്ട്. അത് പൊളിക്കലും ഇറാന്റെ ഉദ്ദേശമാണ്. അതിവിടെ സംഭവിച്ചു എന്ന് മാത്രമല്ല, അതിലേക്കാണ് ട്രംപ് തന്നെ വടിയെടുത്ത് ഇറാന്റെ കയ്യിലേക്ക് കൊടുക്കുന്നത്. കിട്ടിയ അവസരം നന്നായി ഇറാൻ ഉപയോഗിച്ചെന്ന് മാത്രമല്ല, അമേരിക്കക്ക് സമാധാന വിഷയത്തിൽ താല്പര്യമില്ലെന്ന് വരുത്തി തീർക്കുവാനും ഇറാന് കഴിഞ്ഞു. ഒരു ഭാഗത്ത് എങ്ങനെയെങ്കിലും ഒന്ന് യുദ്ധം അവസാനിപ്പിച്ചു കിട്ടാൻ പെടാപ്പാട് പെടുകയാണ് വൈസ് പ്രസിഡന്റ് JD വാൻസ്. തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിന് ഈ യുദ്ധത്തോടും യുദ്ധതന്ത്രങ്ങളോടും താല്പര്യമില്ലാത്തതാണ്. പ്രസിഡന്റ് ഒപ്പുവെച്ചാൽ അത് നടപ്പിലാക്കുക എന്ന നയം അമേരിക്കൻ ഫെഡറൽ സംവിധാനത്തിൽ ഉള്ളത് കൊണ്ട് മാത്രം ആ വിഷയത്തിൽ മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഈ JD വാൻസ്. എന്നാൽ മറുഭാഗത്തോ ട്രംപ് അഹങ്കാരം കൊണ്ട് ലോക പോലീസ് സമയുന്നു. ഒരു ചർച്ചയിൽ പാലിക്കേണ്ട അച്ചടക്കം പാലിക്കൂ എന്ന സൂചനയും ഒപ്പം നിങ്ങളുടെ പ്രസിഡന്റിനോട് ഈ വായിൽ തോന്നിയത് ഗോതക്ക് പാട്ടെന്ന കണക്കെ ഉള്ള വർത്തമാനങ്ങൾ നിർത്താൻ പറയൂ എന്നും വാൻസിനോട് പറയാതെ പറഞ്ഞു ഇറാൻ. ചുരുക്കത്തിൽ ഈ കോതക്ക് പാട്ടെന്ന കണക്കെ ട്രംപ് നടത്തുന്ന പ്രസ്താവനകൾ ഇനി ഇല്ലാത്ത വിധം അവസാനിപ്പിക്കാൻ കൂടിയുള്ള ശ്രമമാണ് ഇറാന്റെ ഈ ഇറങ്ങിപ്പോക്കും പ്രതിഷേധം കൊണ്ടും ഇറാൻ ഉദ്ദേശിച്ചതും നടപ്പിലാക്കാൻ താല്പര്യപ്പെട്ടതും. പിന്നീട് ചർച്ചകൾക്കായി ഇറാനെ അനുനയിപ്പിക്കാൻ പാക് പ്രധാനമന്ത്രി ശ്രമിച്ചെങ്കിലും ആ ചർച്ചയിൽ പക്ഷേ അബ്ബാസ് അറാച്ചി പങ്കെടുത്തില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം ചർച്ചയ്ക്ക് വന്നില്ലെന്ന് മാത്രമല്ല, പകരം തൻ്റെ സംഘത്തിലെ പ്രതിനിധികളെ അയച്ചു കൊടുക്കുകയായിരുന്നു. അവരോടാണ് പിന്നീട് അമേരിക്കൻ സംഘം സംസാരിച്ചത്. ചർച്ച തുടരുകയാണ്. വരും ദിവസങ്ങളിൽ ഈ പ്രശ്നത്തിന് ശേഷം ചർച്ചകൾ നടന്നേക്കുമെന്ന സൂചനകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനായുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. മാത്രവുമല്ല, ചർച്ചകൾക്കായി മധ്യസ്ഥനായ ഖത്തർ പ്രധാനമന്ത്രി ആ വേദിയിലേക്ക് വരുന്ന ഒരു രംഗം കൂടി അമേരിക്കയെ ഇളിഭ്യരാക്കുന്നുണ്ട്. പാക് പ്രധാനമന്ത്രിയെയും ഒപ്പം തന്നെ അസിം മുനീറിനെയും കൈ കൊടുക്കുമ്പോഴും ആലിംഗനം ചെയ്യുമ്പോഴും തൊട്ടപ്പുറത്ത് ഇതേ JD വാൻസ് നിൽക്കുന്നുണ്ട്, അമേരിക്കൻ വൈസ് പ്രസിഡന്റ്. മറ്റുള്ളവരെ അഭിസംബോധന ചെയ്യുമ്പോഴും തൊട്ടരികിൽ നിന്ന് JD വാൻസിനെ ഒന്നും മൈൻഡ് പോലും ചെയ്യാത്തതും ലോകമാധ്യമങ്ങൾക്ക് ചർച്ചകൾക്കും മീമുകൾക്കും സൃഷ്ടിക്കപ്പെടുവാനുള്ള ഒരു കാരണമായി മാറുകയാണ്. ഏതായാലും അമേരിക്കൻ ധാർഷ്ട്യത്തെയും ധിക്കാരത്തെയും തുറന്നു കാട്ടിയാണ് ഇറാൻ ചർച്ചയ്ക്ക് വന്നത്. ചർച്ചയ്ക്ക് വരും മുമ്പ് ഇറാൻ സ്പീക്കർ മിനാബിൽ കൊല്ലപ്പെട്ട കുഞ്ഞിന്റെ രക്ഷിതാക്കളുമായി ഒരു വീഡിയോ കോളിൽ സംസാരിക്കുന്ന രംഗം കൂടി പുറത്തു വന്നിട്ടുണ്ട്. സ്വിറ്റ്സർലാൻഡിന്റെ തൻ്റെ ഹോട്ടൽ റൂമിലെ ബെഡിൽ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ആ ഗാലിബാബയുടെ തൊട്ടടുത്തായി ഒരു ബാഗ് ഉണ്ട്. മിനാബ് 168 എന്ന 168 കുട്ടികളുടെ കൊല്ലപ്പെട്ട എണ്ണസംഖ്യ എഴുതി വെച്ച വിമാനത്തിലാണ് അവർ വന്നത്. അവർ വന്നു എന്ന് മാത്രമല്ല, ആ രക്ഷിതാക്കളുമായി സംസാരിക്കുമ്പോൾ ഒരു കുഞ്ഞിൻ്റെ ബാഗ് തൻ്റെ തൊട്ടടുത്ത് വെച്ചുകൊണ്ടാണ് നീതി ഞങ്ങൾ നടപ്പിലാക്കുമെന്ന ദൃഢനിശ്ചയത്തോടു കൂടി ഇറാന്റെ ഭരണകൂടം ഇപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കാം ഇറാന്റെ ചങ്കിലെ പക എത്രത്തോളമാണ് എന്നും എന്ത് തരത്തിലായിരിക്കും നയതന്ത്ര തലങ്ങളിൽ ഇറാൻ നിലപാട് സ്വീകരിക്കുക എന്നും ഏതറ്റം വരെയായിരിക്കും അവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കുക എന്നതുമൊക്കെ ആ ദൃഢനിശ്ചയത്തിലും നിശ്ചയദാർഢ്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായിരുന്നാലും ചർച്ചകൾ നടക്കട്ടെ, സമാധാനം പുലരട്ടെ. ഇറാന്റെ മുമ്പിൽ മുട്ടുകുത്തുന്ന അമേരിക്കയെയാണ് ഇന്ന് ലോകം കണ്ടത്. ഒരു പക്ഷേ ഈ കഴിഞ്ഞ ധാരണാപത്രത്തിലെ ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചപ്പോഴും ലോകം കണ്ടത് അതാണ്. ഇസ്രയേലിൽ ഒരു സർവേ നടക്കുകയാണ്. ഈ യുദ്ധത്തിൽ ആരാണ് ജയിച്ചത് എന്ന് ഇസ്രയേലിലെ 10ൽ 9 പേരും മറുപടി നൽകുന്നത് ഇറാനാണ് എന്നാണത്രേ. ആ വാർത്ത നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. താങ്ക് യു. Waytonikah.com, the exclusive Muslim matrimonial site.